സ്നേഹമുള്ള കുടുംബ യൂണിറ്റ് അംഗങ്ങളെ, നമ്മളുടെ യൂണിറ്റിലെ കുട്ടികളെല്ലാം ചേർന്ന് വണക്കവാസം ആചരിക്കുകയും അതിൻ്റെ ഒരു സമാപനം, ഒരു ആഘോഷം നടത്തുകയും ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വണക്കവാസം എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും, അതിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും മാതാവിനോടുള്ള ഭക്തി മാത്രമാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമായിട്ട് നിൽക്കുന്നത്. ആദിമ കാലഘട്ടങ്ങളിൽ സഭയിൽ ഒരു 4-ാം നൂറ്റാണ്ടിന് ശേഷം ആയാലും പല രാജ്യങ്ങളിലേക്കും സഭ വ്യാപിച്ചപ്പോഴും ലത്തീൻ ഭാഷയിലാണ് കൂടുതലായിട്ട് ദൈവബലികൾ അച്ഛന്മാർ അർപ്പിച്ചിരുന്നത്. അപ്പോൾ കൂടുതലായിട്ടും നമ്മൾക്ക് പ്രാദേശികമായ ഭാഷയിൽ ആൾക്കാർക്ക് പ്രാർത്ഥിക്കുവാനും ഒത്തൊരുമിച്ച് കൂടാനും പ്രത്യേകിച്ച് ഒരിടയാക്കിയ ഒരു പ്രാർത്ഥനയാണ് ഈ മാതാവിൻ്റെ വണക്കമാസം. അതിനെ പ്രത്യേകിച്ച് അതിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ കാര്യങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നോക്കി. പക്ഷെ അങ്ങനെയൊന്നും ചരിത്രത്തിൽ കാണുന്നില്ല. പക്ഷേ നമ്മളുടെ ഈ കേരളത്തിലെ സഭയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പള്ളികൾ ഡെവലപ്പായത് വണക്കവാസ പുരകളിൽ നിന്നാണ്. ഈ വണക്കവാസ പുരകൾ മെയ് മാസത്തിൽ പണ്ട് കാലം തൊട്ടേ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, മുടങ്ങാതെ എല്ലാ ദിവസവും 31 ദിവസവും വണക്കവാസം ചെല്ലാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളത് ചെല്ലാറില്ല. കാരണം ഇന്ന് പ്രാർത്ഥനകളെല്ലാം ചെറുതായി പോവുകയും വ്യക്തികളിലേക്ക് ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു കാലമാണ്. കൂട്ടായ പ്രാർത്ഥനകൾ ഇല്ലാതിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ വണക്കവാസത്തിൻ്റെ ഒരു പ്രാധാന്യം, കൂട്ടായി എല്ലാവരും ഒരുമയോടുകൂടി കൂടിച്ചേർന്ന് എല്ലാവരും ചേർന്ന് ഒരു മാതാവിനോടുള്ള ഒരു ഭക്തി പ്രകടമാക്കുന്നതിനുള്ള ഒരു പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു തുടക്കം നമ്മുടെ കുട്ടികളെല്ലാവരും അങ്ങനെ ചെയ്യുന്നതിൽ പ്രത്യേകിച്ചും വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇത് പ്രത്യേകിച്ചും മാതാവിൻ്റെ ഭക്തി ഒരുപാട് വളരുവാനും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പോൾ യേശുവിനോടുള്ള പ്രാർത്ഥനയും ബലിയർപ്പണങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഈ അമ്മ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വികാരമാണ്. അപ്പോൾ മാതാവും അതുപോലെ തന്നെ എല്ലാ മനുഷ്യരുടെയും, ക്രൈസ്തവരുടെ എല്ലാം വലിയൊരു വികാരമാണ്, വലിയൊരു ഫീലിംഗാണ്. അപ്പം മാതാവിനോടുള്ള ഭക്തിയും സ്നേഹവും പ്രകടമാക്കുന്നതിനും പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് അതിനോടുള്ള ഒരു താല്പര്യം കാണിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ വണക്കവാസ ആചരണം ഇത്രയും ശക്തമായിട്ട് പഴയ കാലങ്ങളിലൊക്കെ നിലനിന്നിരുന്നത്. ഇപ്പം നമ്മളുടെ ചന്ദ്രൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ചെറിയ ഒരു വണക്കവാസപ്പുരയും ഒരു ചെറിയൊരു മാതാവിൻ്റെ രൂപമാണ് ഉണ്ടായിരുന്നത്. ആ ചെറിയൊരു വണക്കവാസപ്പുരയിൽ നിന്നാണ് ഇത്രയും വലിയൊരു പള്ളി രൂപപ്പെട്ടു വന്നത്. അപ്പോൾ എല്ലാ വണക്കവാസങ്ങൾക്കും എല്ലാ കൂട്ടായ്മകൾക്കും ഒരു വലിയൊരു ഭാവി ഉണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മളുടെ കുട്ടികൾ ഇതുപോലെ കൂടിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനും വണക്കവാസം ചൊല്ലി പുതിയ തലമുറ വണക്കവാസം എന്താണെന്ന് അറിയുന്നതിനും ഉള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. അത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.